നമസ്കാരം, ശുഭദിനം. ഏവർക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, വൃശ്ചികം 10-ാം തീയതി 2025 നവംബർ 25. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ബെഡ് കോഫി വിത്ത് റോസ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കഥ പറയട്ടെ. പണ്ടെന്ന് പറഞ്ഞാൽ വേദിക് കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ മുനിമാരും ഋഷിമാരും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു മുനി, അതായത് ജിജോയി മുനി എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശിഷ്യരായിട്ട് 42 പേരും ഉണ്ടായിരുന്നു. ഒരിക്കൽ ജിജോയി മുനിയും കൂട്ടുകാരും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അതായത് അവർ യാത്ര പോയി. കാടും മേടും മലയും കുന്നുകളും പുഴകളും കടന്നു എമിലീസും കടന്ന് അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ എതിരേറ്റത് ഒരു കുറുവാ സംഘമായിരുന്നു. കുറുവാ സംഘം ആരാണവർ? വേറെ ആരുമല്ല, നമ്മളെ നേരിടാൻ വരുന്ന, കൊള്ളയടിക്കാൻ വരുന്ന കുറുവാ സംഘം. എല്ലാവരും ഭയപ്പെട്ടു. ജിജോയിമുനി കൂട്ടുകാരും ഒരുപോലെ ഭയപ്പെട്ടു. എന്നാൽ ജിജോയിമുനി എന്ത് ചെയ്തു? അദ്ദേഹം അവരെ എല്ലാവരെയും നേരിട്ടു. വളരെ സമർത്ഥനായ കൗശലക്കാരനായി എല്ലാവരും നേരിട്ട് ജിജോയിമുനി അവസാനം അതിലെ വില്ലനായ ബെല്ലാൾദേവൻ ചോദിക്കുകയുണ്ടായി, ഗുരുവേ, എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി താങ്കൾ ആ കുറുവാ സംഘത്തെ നേരിട്ടത്? വളരെ നിസ്സാരമായി ചിരിച്ചുകൊണ്ട് നമ്മുടെ ജിജോയി മുനി മറുപടി പറഞ്ഞു, ഫേക്ക് ഇറ്റ് അണ്ടിൽ യു ബിക്കം ഇറ്റ്. അതെ, എനിക്കും നിങ്ങളോട് അതാണ് പറയാനുള്ളത്. നമ്മൾ എന്താണ് എന്ന് നമ്മൾ മറ്റാരെയും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ എന്താകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അതാണ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കേണ്ടത്. പ്രിയ ശ്രോതാക്കളെ, മന്നായ FM എഴുത്തുപെട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട് അല്ലേ ഫാരിഷ? നമുക്ക് പ്രിയ ശ്രോതാക്കളുടെ നിരവധി കത്തുകൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. ആദ്യത്തെ കത്ത് ആരാണ് അയച്ചിരിക്കുന്നത് ഫാരിഷ? ഇന്നത്തെ ആദ്യത്തെ കത്ത് വന്നിരിക്കുന്നത് മലപ്പുറം പ്രസിയുടേതാണ്. മലപ്പുറം പ്രസി എന്ന് പറയുമ്പോൾ എനിക്ക് മെസ്സിയെ, അർജന്റീനയെ ഓർമ്മ വരുന്നു. ഓക്കെ, നമുക്ക് കത്തിലേക്ക് കിടക്കാം. പ്രിയ മന്നായ FM, ഞാൻ മലപ്പുറം പ്രസി. കഴിഞ്ഞ ആഴ്ചയിൽ പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടിയിൽ മാസ്ക് നിവാരണത്തിന്റെ അനന്ത സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രശസ്ത മർമാണി വിദഗ്ധ ഡോക്ടർ സുൽഫത്ത് പറഞ്ഞത് കേട്ടു. മാസ്ക് വെക്കാതെ കപ്പലണ്ടി തിന്നുന്നത് എങ്ങനെയെന്ന് വ്യക്തമായില്ല. പരിപാടി പുനഃപ്രേഷണം ചെയ്യാം. അതെ, പരിപാടിയുടെ പുനഃപ്രക്ഷേപണത്തെ കുറിച്ചിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ വാവിട്ട വാക്കും നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ കൈവിട്ട ആയുധവും പിന്നെ തിരിച്ചെടുക്കാനാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് പുനഃപ്രക്ഷേപണം ചെയ്യാനുള്ള സാധ്യതകളില്ല എന്ന് പ്രിയ ശ്രോതാവിനെ, മലപ്പുറം പ്രസിയെ ക്ഷമയോടുകൂടി അറിയിക്കട്ടെ. മാത്രമല്ല, മർമാണി വിദഗ്ധയായിട്ടുള്ള ഡോക്ടർ സുൽഫത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്താണ്. സുൽഫത്ത് പറഞ്ഞ ആ കാര്യത്തോട് പ്രതികരിക്കുമ്പോൾ ഈ കപ്പലിന്റെ നിന്ന് അജീർണം ബാധിച്ച ചിലരെ കുറിച്ച് കൂടി അതിന് മുന്നത്തെ ഒരു പരിപാടിയിൽ സുൽഫത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അജീർണം, വയറുകടി, ഗ്യാസ് ട്രബിൾ, നെഞ്ചിരിച്ചിൽ മുതലായവ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ പുനഃസംപ്രേഷണം ചെയ്യാൻ നമുക്ക് നിർവാഹമില്ല എന്ന് ക്ഷമാപണത്തോടു കൂടി നമുക്ക് പറയാം. ക്ഷമിക്കണം പ്രസി. അടുത്ത കത്ത് വായിക്കും. ഇനിയും ഇതുപോലെ ഒരു പ്രാസമൊപ്പിച്ചുള്ള തമാശകൾ ഉണ്ടാകുമായിരിക്കും. അടുത്ത കത്ത് വന്നിരിക്കുന്നത് ശ്രീലു തെക്കുവടക്ക് ആണ്. തെക്ക് വടക്ക് എന്ന് പറയുമ്പോൾ ഈ കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല തെക്ക് വടക്ക്. ആ തെക്ക് വടക്കാണോ ഇത് എന്ന് ശ്രോതാക്കൾക്ക് ഒരു ആശങ്കയുണ്ടാകും. അതല്ല സാർ, ഇത് ശരിക്കും കാസർഗോഡിന്റെ തെക്ക് വടക്കിൽ നിന്നുള്ള അങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലേ? ബാക്കി വായിക്കാം. പ്രിയ മന്നായ FM, കഴിഞ്ഞ കുംഭം 12-ാം തീയതി പ്രക്ഷേപണം ചെയ്ത യുവവാണിയിൽ നോർമൻ ബെർലോക്കിന്റെ പുസ്തകങ്ങൾ എന്ന പുസ്തകത്തെ കുറിച്ച് പറയുന്നത് കേട്ടു. ഈ പുസ്തകം എവിടെ വാങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞ് സഹായിക്കാമോ?
തീർത്തും വിജ്ഞാനകുതിയായ ഒരു യുവത തന്നെയായിരിക്കണം തീർച്ചയായിട്ടും ഈ ഒരു ശ്രീലു തെക്കുവടക്ക്. ഒരുപാട് പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു പുസ്തക പുഴുവായിരിക്കണം അല്ലെ. അപ്പോൾ തീർച്ചയായും പുസ്തകങ്ങളെ കാർന്നു തിന്നുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ കാർലോവിന്റെ ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഇപ്പോൾ നമ്മളുടെ കേരള വിപണിയിൽ ലഭ്യമല്ല. തുർക്കിയിൽ നിന്നും ടുണേഷ്യയിൽ നിന്നും വരുന്ന മാസം ഇത് കൊണ്ടുവരുമെന്നും നോർത്ത് ഈസ്റ്റേൺ കൺട്രീസിന്റെ ചില സംരംഭങ്ങൾ നടക്കുന്ന പുസ്തകോത്സവത്തിൽ ഇത് തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ പ്രദർശിപ്പിക്കുമെന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വരുന്ന യുവവാണിയിൽ ഇതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നതായിരിക്കും. ശ്രീലു സന്തോഷവതിയായിട്ടുണ്ടാകുമല്ലോ. എപ്പോഴും മന്ന FM കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ചയിൽ എഴുത്തുപെട്ടിയിൽ വീണ്ടും ഞങ്ങൾ പരാതികൾക്ക് മറുപടിയും പ്രതികരണങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഞങ്ങളുടെ നമസ്കാരം. മാറ്റത്തിന്റെ കാലചക്രം അനന്തപുരിയിൽ എമിലി ബൈ ജെ ഡാനിയൽസ്. അധിക ബെഡുകൾ, കോൺഫറൻസ് ഹാൾ, ബോർഡ് റൂം, സൂട്ട് റൂം, ഡ്യൂലെക്സ് റൂം, മൾട്ടി കുസൈൻ റെസ്റ്റോറന്റ്, ഫോട്ടോ എക്സ്പോ തുടങ്ങിയവയ്ക്ക് സമീപിക്കുക എമിലി ബൈ ജെ ഡാനിയൽസ്. ഫോൺ നമ്പർ 0471461477. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് മന്ന FM-ൽ നിന്നും ദിവ്യ പ്രേംജിത്ത്. ഇന്നത്തെ പ്രധാന വാർത്തകൾ: CCI പരിശീലക ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. അന്താരാഷ്ട്ര പുരസ്കാര നിറവിൽ കൊട്ടിനടി. ടിക്കാണോ മക്കാച്ചു അന്താരാഷ്ട്ര അംഗീകാരം ശ്രീ വിഷു അടിമാലിക്ക്. കായികരംഗത്തെ മിന്നും താരം ആലപ്പി ഗിരീഷ്. കളരിപ്പയറ്റിൽ കയ്യാങ്കളി. CCI പരിശീലക ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. 5 ദിവസം നീണ്ടുനിന്ന CCI ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. 14 ജില്ലകളിൽ നിന്ന് വന്ന 42 പരിശീലകരും പരിശീലകനായ ജിജോയ് മാഷും വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുകയാണ്. HLFPPയുടെ കോർഡിനേറ്ററായ മന്ന ലഘുവിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഉച്ചകോടിയുടെ വിജയകരമായ പര്യവസാനം സഹായിച്ചത്. ബിസാണോ മക്കാച്ചു അന്താരാഷ്ട്ര അംഗീകാരം ശ്രീ വിഷ്ണു അടിമാലിക്ക്. ബിസാണോ തക്കാമോ എന്നറിയപ്പെടുന്ന ശ്രീ വിഷ്ണു അടിമാലി ഈ വർഷത്തെ അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു. വിദൂര ഭാവിയിൽ പോലും നടക്കുവാൻ സാധ്യതയില്ലാത്ത സൂപ്പർ ഫാബിനി റോബോ രേഷ്മ അഥവാ കർഷകശ്രീ AI എന്ന കണ്ടുപിടുത്തത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ശ്രീ വിഷ്ണു അതിയായ സന്തോഷം രേഖപ്പെടുത്തി 3 വട്ടം. ടുണീഷ്യയിലെ തുണിയുടുക്കൽ താരമായി മലയാളി യുവാവ് സജിമോൻ പാലക്കാട്. ഫൈനൽ റൗണ്ടിൽ കട്ടയ്ക്ക് മത്സരിച്ചു നിന്ന കണ്ണൂരിന്റെ കരുത്തായ അങ്കകലി പൂണ്ട ജിത്തു ചേകവരെയും മലപ്പുറത്തിന്റെ മൊഞ്ചനായ ജുനൈ തങ്ങളെയും സോക്സിറക്കത്തിന്റെയും മേനി പ്രദർശനത്തിന്റെയും പേരിൽ പിന്തള്ളിയാണ് ടിയാൻ ഒന്നാമതെത്തിയത്. അന്താരാഷ്ട്ര പുരസ്കാര നിറവിൽ കൊട്ടുവടി. സ്മൃതിമണ്ഡലത്തിലെ ആവേഗങ്ങളെ തട്ടിയുണർത്തിയ കൊട്ടുവടിക്ക് അന്താരാഷ്ട്ര പുരസ്കാരം. പരിശീലകനായ ശ്രീ ജിജോയ് ഗണപതി വട്ടത്തിനാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര പുരസ്കാരത്തിന് അർഹനായത്. ഒരു കൊട്ട് കിട്ടിയെങ്കിലേ പഠിക്കൂ എന്ന അതിനൂതനമായ ആശയത്തിനാണ് ഈ അവാർഡ് ശ്രീ ജിജോയ് ഗണപതി വട്ടത്തിന് അർഹനായത്. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന കൊട്ടു മാത്രം. ഇതോടെ ഈ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. തക്കോലം ഒഴിഞ്ഞ കസേരകൾ നിറയാനായി കാത്തിരിക്കുന്നു. ഒഴിഞ്ഞ ഗ്ലാസുകൾ വെള്ളത്തിനായി കാത്തിരിക്കുന്നു. ഇതാ സൂപ്പിന്റെ പാത്രം, ഇതാ മറ്റൊരു സൂപ്പിന്റെ പാത്രം, ഇതാ മറ്റൊരു മേശയും ഗ്ലാസും ഒഴിഞ്ഞിരിക്കുന്നു. ഇതാ വേറെ ഗ്ലാസുകൾ. എല്ലാം നിറയുവാനായി ഓടിവരൂ തക്കോലം. മന്ന FM-ലെ കായിക രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുതു തലമുറക്ക് ഹരമായി ആലപ്പി ഗിരീശൻ. ശരീര സൗന്ദര്യ മത്സര രംഗത്ത് പുതുയുഗം കുറിച്ചുകൊണ്ട് യുവാവ് ശ്രദ്ധ നേടുന്നു. പ്രത്യേകിച്ച് ശരീരം കാണിക്കുന്നത് ചില ജനലിന്റെ കർട്ടനുകൾ നീക്കിക്കൊണ്ട് ശരീരം കാണിക്കുകയും യുവതികളുടെ ഹരം പിടിച്ചുപറ്റുകയുമാണ് യുവാവിന്റെ ലക്ഷ്യം. അടുത്തതായി നമ്മൾ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഒരു മത്സരത്തിലേക്കാണ്. കഴിഞ്ഞ 4 ദിവസമായി എമിലീസിൽ വെച്ച് നടക്കുന്ന തീറ്റ മത്സരത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി 42 പാർട്ടിസിപ്പന്റും ഒരു ആശാനും ഈ ഒരു തീറ്റ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയും പുറത്തു വന്നിരിക്കുന്നു. അതൊരു വഴിത്തിരിവിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 3
പ്ലേറ്റുകൾ അപ്രത്യക്ഷമായതാണ് ഏറ്റവും വലിയ വാർത്തയായി അതിൽ വന്നത്. അതില് കോതമംഗലത്തു നിന്നും വന്ന ജിജി ആശാനും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു 6 അടി പൊക്കക്കാരനും കൊല്ലത്ത് നിന്ന് വന്നിട്ടുള്ള ആകാശം കണ്ട ആകാശമാണ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. ഇവരെ അടുക്കളയിൽ തടഞ്ഞു നിർത്തുകയും എന്തിനാണ് ഈ 3 പ്ലേറ്റുകൾ എടുത്തതെന്ന് അവിടെയുള്ള ആൾക്കാർ ചോദിക്കുകയും ചെയ്തു. സംഘാടകർ ചോദിച്ചതിനെ ചൊല്ലി 3 പേരെയും തടഞ്ഞു വെക്കുകയും ആശാൻ ഇടപെട്ട് അവരെ അതിൽ നിന്ന് വിടുതലാക്കുകയും ചെയ്തു. ഈ ഒരു വിവരം നമ്മുടെ പ്രേക്ഷകരിൽ ആരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അത് മൂടിവെക്കപ്പെടുകയും ചെയ്തു. അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. പക്ഷേ തീറ്റ മത്സരത്തിൽ മറ്റൊരു വഴിത്തിരിവായത് ആർക്ക് സമ്മാനം കൊടുക്കും എന്നുള്ള പ്രധാന വെല്ലുവിളിയാണ് സംഘാടകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക ജഡ്ജസിനെ പുറത്തുനിന്ന് ഇറക്കിയിട്ടും മത്സരാർത്ഥികൾ ആർക്കാണ് സമ്മാനം കൊടുക്കുക എന്നുള്ള ആശങ്കയിലാണ് നമ്മുടെ സംഘാടകരും ജഡ്ജസും. ഇന്ന് നടക്കുന്ന അവസാന ഫൈനൽ റൗണ്ടിൽ ആർക്ക് ലഭിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അതിന്റെ ലൈവ് സംപ്രേഷണത്തിലേക്ക് ഏവരെയും ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകരും 1 മണിക്ക് നമ്മുടെ ഈ ഒരു തീറ്റ മത്സരത്തിന്റെ ലൈവ് കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. അടുത്ത ആഴ്ച കാണുന്നതുവരേക്കും സൈനിങ് ഓഫ് until we meet again. Thank you. വഞ്ചി കിട്ടാനുണ്ടോ വഞ്ചി, വഞ്ചി കിട്ടാനുണ്ടോ വഞ്ചി, വഞ്ചി കിട്ടാനുണ്ടോ വഞ്ചി. എന്താ നമ്മളുടെ ഗ്രാമത്തിൽ നിന്ന് വഞ്ചികൾ കിട്ടാനില്ലെന്നോ? ആഹാ അന്നമ്മ, നീ എന്താണ് നോക്കുന്നത്? നമ്മളുടെ ഗ്രാമത്തിൽ വഞ്ചികളില്ലെന്നോ? എന്താണ് സംഭവിച്ചത്? അല്ലയോ കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞില്ലേ? നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മാമനോട് ചോദിക്കാം. എവിടെ താവരുന്നു മാമൻ? ആഹാ കുട്ടികളെ, എന്താണ് ഇവിടെ ഒരു ആശയക്കുഴപ്പം? നമ്മളുടെ ഗ്രാമത്തിലെ വഞ്ചി നഷ്ടത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലേ? നമ്മുടെ വഞ്ചികളെല്ലാം പൂച്ചപ്പുരക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. 6 സംഘങ്ങളായി വന്ന് അവരെല്ലാവരും കൂടി വഞ്ചികൾ കൊണ്ടുപോയി. ഇനിയും വഞ്ചികൾ തേടി വന്നിരിക്കുകയാണ് കോതമംഗലത്തെ ജിജിയറയൻ. അതാ നോക്കൂ, തുറയിൽ നിറയെ വഞ്ചികളുമായി അയാൾ അലയുകയാണ്. ആഹാ, അത് വലിയ കഷ്ടമായല്ലോ. സംഗീത പ്രേമികൾക്കായി മന്ന FM അവതരിപ്പിക്കുന്ന സംഗീത ലഹരിയിലേക്ക് പ്രേക്ഷകരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആഹരിയും ആഭേരിയും പന്തുവരാളിയും ഉൾച്ചേർത്തുകൊണ്ട് ഗംഭീരമായ സംഗീത സഫരിയിലേക്കാണ് കോഴിക്കോട് ഐശ്വര്യയും പത്തനംതിട്ട ഗ്രീഷ്മയും നമ്മെ കൂട്ടിക്കൊണ്ടുപോയത്. இரவும் போனது பகலும் போனது மன்னன்னில்லைய கூட இமய கண்ணியன் இமைத்திடாது கண் அங்கும் எங்குமே தேடா ஆயம் பாடிய கண்ணனில்லையோ ஆசை வைப்பதே அன்பு தொல்லையோ ஆயம் பாடிய கண்ணனில்லையோ ஆசை வைப்பதே அன்பு தொல்லையோ பாயொன்றாதா யமுனையாற்றிலே ஈரக்காற்றிலே കണ്ണനോടുതാൻ ആടാ ആ ഗാനലോല വീതികളിൽ വേണുപോതുന്ന മുരളി ഗായകരായി തന്നെ കാലം അവരെ ചേർത്ത് വെക്കുമെന്നതിൽ സംശയമില്ല. രാഗലഹരിയിൽ അടുത്തതായി ഉസ്താദ് മുർഷിദ് അലി ഖാൻ ആലപിച്ച കന്നഡ ഗാനം സംഗീത സാന്ദ്രമായ സായാഹ്നത്തിൽ സങ്കീർണമായ വരികൾ മനസ്സിലാകാത്തതിന്റെ പേരിൽ സംഗീത പ്രേമികളെ കണ്ണീരിലാഴ്ത്തി. വീണ്ടും അടുത്തയാഴ്ച കാണാം. നമസ്കാരം. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതളാം
വന്ദേ മാതരം വന്ദേ മാതരം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ 4 ദിവസത്തെ നമ്മുടെ യാത്ര ഇവിടെ തീരുകയാണ്. ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ എല്ലാവർക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോട്ട് ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിവേ, ഈ ഒരു സൗഹൃദം നമുക്ക് എല്ലാവർക്കും നിലനിർത്താം. ഇത്രയും ദിവസം ഒന്നിച്ചു പോയതിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് എല്ലാവർക്കും നന്ദിയുള്ളവരായിരിക്കാം. മറ്റുള്ളവരെ കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ നമുക്ക് മറന്ന് നമ്മുടെ ഈ സുഹൃത്ത് ബന്ധം ഇന്നും നമുക്ക് സൂക്ഷിക്കാം. സോ താങ്ക് യു.